ഇതാ നമ്മളിതാ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ്? അപ്പോൾ ഇതാ നമ്മളെല്ലാവരും ഇതാ ഒരേ കളറിലാണ്. അപ്പോൾ ഇതാ ചേച്ചി എടുത്താണ് എല്ലാവർക്കും. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും ഡ്രസ് കോഡിലാണെന്ന്. ചാരു എങ്ങനെയുണ്ട്? ചാരു ഇതാ രാവിലെ തന്നെ ഉടുപ്പിടില്ല, പാൻറ്റ് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. അവൾക്ക് എവിടെ പോകുമ്പോഴും പാൻറ്റ് വേണം. അപ്പോൾ ഇതാ പിന്നെ ഇതാ ഏട്ടൻ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ഏത് ഫംഗ്ഷനും നമ്മുടെ കൂടെ ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതാ ആദ്യമായിട്ടാണ് നമ്മുടെ ഫാമിലി ഒരു ഫംഗ്ഷൻ ഏട്ടൻ ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എനിക്ക്. അപ്പോൾ ഇതാ അങ്ങനെ നമ്മളിതാ വീടെത്തി. ഇതാ അപ്പോൾ നമ്മുടെ കുറച്ച് റിലേറ്റീവ്സ് മാത്രമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഇതാ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ പോയതും ഒരു വാട്ടർമെലൺ ജ്യൂസ് കുടിച്ച്. രാവിലെ ഒന്നും കഴിച്ചില്ല, നേരം വൈകിയെന്ന് പറഞ്ഞിട്ട് വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് തന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഇത് അമ്മച്ചനെ കണ്ടപ്പോൾ ചാരു പിന്നെ അമ്മച്ചൻ്റെ കൂടെയായി. ഇനി പിന്നെ അവൾക്ക് ആരും വേണ്ട. നമ്മളിതാ കുറച്ച് പേര് മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഇന്ന് പിന്നെ ഇതാ മഴയില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഉപകാരമായി മഴയില്ലാത്തത്. മഴയുണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ചളി മണ്ണൊക്കെ അപ്പോഴേക്കും ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ചാരുവും കിച്ചാപ്പി അച്ഛൻ്റെ കൂടെ ഇരുന്ന് കഴിച്ചു. നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നേ. ചാരു പിന്നെ ഞാനിരുന്നപ്പോൾ എൻ്റെ കൂടെ ഇരുന്നായിരുന്നു. അവൾ പിന്നെ വിശന്നു എന്ന് പറഞ്ഞാൽ ആരുടെ കൂടെയാണെങ്കിലും ഇരുന്ന് കഴിച്ചോളും, കുഴപ്പമൊന്നുമില്ല. പിന്നെ കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏട്ടന്മാരും എല്ലാവരും ഉണ്ടായിരുന്നേ. അപ്പോൾ അവരോടൊക്കെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അവരെയൊക്കെ കുറേ നാളുകൾക്ക് ശേഷം കാണുകയാണേ. അത്യാവശ്യത്തെ ആൾക്കാരൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഫംഗ്ഷൻ എന്തായാലും അടിപൊളിയായിരുന്നേ. അപ്പോൾ